NSS SNDP ഐക്യത്തിൽ നിന്ന് പിൻവാങ്ങി. NSS ഐക്യം പ്രായോഗികമല്ല എന്ന് NSS വിശദീകരിക്കുന്നു. പെരുന്നയിൽ ചേർന്ന NSSന്റെ ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച നിർണായകമായ തീരുമാനം എടുത്തിട്ടുള്ളത്. ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് കനത്ത തിരിച്ചടി എന്ന് തന്നെ പറയാം. NSSും SNDPയും കൈകോർക്കുക എന്ന തീരുമാനത്തിലേക്ക് SNDPയും NSSും എത്തിപ്പെട്ടിരുന്നു. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും തമ്മിൽ അത് സംബന്ധിച്ച അനൌദ്യോഗികമായ കൂടി ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ആ ഐക്യം തകരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഐക്യം പ്രായോഗികമല്ല എന്നതാണ് NSSന്റെ വിലയിരുത്തൽ. ഡയറക്ടർ ബോർഡിൽ ആണ് ഇത് സംബന്ധിച്ച തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഐക്യത്തിൽ നിന്ന് NSS പിന്മാറുകയാണ്. ഒരിക്കൽ ഐക്യത്തിലെത്തുകയും പിന്നീട് ഇരു സംഘടനകളും രണ്ടായി പിരിയുകയും ചെയ്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോഴിതാ മറ്റൊരു തനിയാവർത്തനത്തിലേക്ക് പോകുന്ന സാഹചര്യം. ഇപ്പോൾ ഐക്യം വേണ്ടതില്ല, അതിന് പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല എന്ന നിരീക്ഷണത്തിലേക്ക് NSS എത്തുന്നു. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് SNDPയും NSSും കൈകോർക്കുമ്പോൾ അത് രാഷ്ട്രീയമായി പ്രതിഫലിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനിടയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പത്മ പുരസ്കാരം അടക്കം ലഭിച്ച പശ്ചാത്തലം കൂടി. അപ്പോൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ NSSും SNDPയുമായി ബന്ധപ്പെട്ട കമന്റുകൾ ഉണ്ടായിരുന്നു, ട്രോളുകൾ ഉണ്ടായിരുന്നു. ഐക്യപ്പെടാൻ പോകുന്ന സാഹചര്യത്തിലടക്കം ഇപ്പോഴിതാ NSSന്റെ തീരുമാനം എന്നത് അങ്ങനെ ഒരു ഐക്യ നീക്കവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് തന്നെയാണ്. NSSും SNDPയും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യമില്ല എന്ന് ഡയറക്ടർ ബോർഡ് യോഗത്തിലെ തീരുമാനം ഉണ്ടാകുന്ന പശ്ചാത്തലം. കിരൺ ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. കിരൺ, വലിയ തോതിൽ ചർച്ചയായ ഒന്ന്, പ്രത്യേകിച്ച് രാഷ്ട്രീയ മാനങ്ങൾ കൂടിയുള്ള ഒരു ഒരുമിക്കൽ ആകുമായിരുന്നു രണ്ട് മതസംഘടനകളുടെ, ജാതി സംഘടനകളുടെ ഒരുമിച്ച് പോക്ക് എന്നത്. അതിപ്പോൾ തകരുന്ന സാഹചര്യമാണ്. അതൊരു തുടക്കത്തിൽ തന്നെ ഈ ഐക്യ നീക്കത്തിന് തിരിച്ചടിയുണ്ടായിരിക്കുന്നു. കിരൺ, അഭിലാഷ്, അത് തന്നെയാണ്. മധുവിധിന് മുമ്പേ തന്നെ ഡൈവേഴ്സ് ആയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ തരത്തിൽ തന്നെയാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും 3 തീരുമാനങ്ങളാണുള്ളത്. ഒന്ന്, രാഷ്ട്രീയം കാണാവുന്നത് 3 വിഷയങ്ങളാണ്. ഒന്ന് എന്ന് പറയുന്നത് ഇന്ന് വന്ന NSSന്റെ തീരുമാനമാണ്. NSS SNDP ഐക്യം വേണ്ട എന്നുള്ള തീരുമാനമാണ്. അതിനെ സംബന്ധിച്ച NSS ഡയറക്ടർ ബോർഡിന്റെ വാർത്താക്കുറിപ്പ് ഇങ്ങനെയാണ്: പല കാരണങ്ങളാലും പലതവണ NSS SNDP ഐക്യം വിജയിക്കാത്ത സാഹചര്യത്തിൽ വീണ്ടും ഒരു ഐക്യശ്രമം പരാജയമാകുമെന്ന കാര്യം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളാൽ തന്നെ വ്യക്തമാകുന്നു. NSSന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാനും ആകില്ല. അതിനാൽ വീണ്ടും ഒരൈക്യം പ്രായോഗികമല്ല. പ്രത്യേകിച്ച് NSSന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂര നിലപാട് ഉള്ളതിനാൽ മറ്റെല്ലാ സമുദായങ്ങളോടും എന്നവണ്ണം SNDPയോടും സൗഹാർദ്ദത്തിൽ വർത്തിക്കാനാണ് NSS ആഗ്രഹിക്കുന്നത്. NSS SNDP ഐക്യവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് യോഗം തീരുമാനിക്കുന്നു. ഇതാണ് ഇവരുടെ ഔദ്യോഗികമായ തീരുമാനം. ഇതിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം, G. സുകുമാരൻ നായർക്ക് ഇത്രകാലവും NSSൽ ഉണ്ടായിരുന്ന വലിയൊരു അപ്രഹാനുണ്ട്. G. സുകുമാരൻ നായരുടെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന ഒരവസ്ഥ NSS ഡയറക്ടർ ബോർഡിലും അതോടൊപ്പം തന്നെ NSSന്റെ പ്രതിനിധി സഭയിലുമെല്ലാം ഉണ്ടായിരുന്നു. അവിടെയാണ് ആ അപ്രഹാൻഡാണ് ഇല്ലാതായിരിക്കുന്നത്. G. സുകുമാരൻ നായരുടെ തീരുമാനമാണ് ഇപ്പോൾ ഡയറക്ടർ ബോർഡ് തള്ളിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. SNDPക്ക് പെരുന്നയിലേക്ക് സ്വാഗതമെന്നും ഐക്യം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, ഐക്യമെന്നത് ഒരു ഉറപ്പാണ്, ഐക്യമാണ് വ്യക്തിപരമായ തൻ്റെ തീരുമാനമാണ്, അത് യോഗത്തിൽ അവതരിപ്പിച്ചെടുക്കുക എന്നത് ഔദ്യോഗിക ചുമതലയാണ്. ഇങ്ങനെയൊക്കെയായിരുന്നു ഔദ്യോഗികമായി തന്നെ മാധ്യമങ്ങളോട് G. സുകുമാരൻ നായർ നേരത്തെ പ്രതികരിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഡയറക്ടർ ബോർഡിൽ തൻ്റെ തീരുമാനം അംഗീകരിപ്പിച്ചെടുക്കാൻ കഴിയും എന്നുള്ള അമിതമായ ആത്മവിശ്വാസം ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം പരസ്യമായി തന്നെ ഇത് പറഞ്ഞത്. പെരുന്നയിലേക്ക് SNDPക്ക് സ്വാഗതമെന്നും ഇത് തൻ്റെ വ്യക്തിപരമായ തീരുമാനം ഡയറക്ടർ ബോർഡ് അംഗീകരിക്കുക എന്നത് ഒരു ഔദ്യോഗികമായ വിഷയം മാത്രമാണെന്നെല്ലാം അദ്ദേഹം അവകാശപ്പെട്ടത്, അതെല്ലാം മാധ്യമങ്ങളിലൂടെ അടക്കം അവകാശപ്പെട്ടതാണ് എന്നത് ഓർക്കണം. ഈ കാലം അത്രയും NSSൽ അത്തരമൊരു ആധിപത്യം അല്ലെങ്കിൽ തൻ്റെ തീരുമാനം നടപ്പാക്കാനുള്ള ശേഷി G. സുകുമാരൻ നായർക്കുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഡയറക്ടർ ബോർഡിലെ 22 അംഗ ഡയറക്ടർ ബോർഡാണ്. എന്തായാലും അതിലെ ഏതെല്ലാം അംഗങ്ങളാണ് അതിൽ കൃത്യമായി എതിർപ്പ് ഉയർത്തിയത് എന്നത് നമുക്ക് പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്നാൽ ചില അംഗങ്ങളുടെ നേതൃത്വത്തിൽ അത്തരമൊരു എതിർപ്പ് ഉയർന്നുവെന്നും ഭൂരിപക്ഷം പേരും ആ എതിർപ്പിന് ഒപ്പം നിന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും 22 അംഗ ഡയറക്ടർ ബോർഡിൽ G. സുകുമാരൻ നായരുടെ തീരുമാനം അംഗീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു ഭൂരിപക്ഷം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാവുന്നത്. അത് പരസ്യമായി അറിയിക്കാനും അവർ തീരുമാനിക്കുകയായിരുന്നു. അല്ലെങ്കിൽ പിന്നീട് പതിയെ ഈ ഐക്യത്തിൽ നിന്ന് പിന്മാറുക എന്നുള്ള ഒരു തന്ത്രപരമായ നിലപാടിനപ്പുറം അങ്ങനെ ഒരു മുഖം രക്ഷിക്കൽ നിലപാട് ജനറൽ സെക്രട്ടറി പറഞ്ഞുപോയ അഭിപ്രായമാണ്. അങ്ങനെ അവിടെയെങ്കിലും മുഖം രക്ഷിക്കൽ നിലപാട് പോലും വേണ്ട, ഇത് പരസ്യമായി തന്നെ ഡയറക്ടർ ബോർഡ് തീരുമാനമായി തന്നെ പുറത്തു വരണം എന്ന തരത്തിൽ തന്നെയാണ് ഡയറക്ടർ ബോർഡ് തീരുമാനം വരുന്നത്. അങ്ങനെയല്ല, അവിടെ 2 ഭാഗത്തായി തർക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്
ഇത് പ്രതിനിധി സഭയിലേക്ക് 226 അംഗ പ്രതിനിധി സഭയിലേക്ക് പോകാനുള്ള സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. അതടക്കം ഒഴിവാക്കി ശക്തമായ ഒരു തീരുമാനം എടുക്കുന്നുവെങ്കിൽ ജി സുകുമാരൻ നായരുടെ അഭിപ്രായം പൂർണ്ണമായും തള്ളുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, മൂന്നാമത്തെ ഒരു വിഷയം രാഷ്ട്രീയമാണ്. ഈ തെരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിന് 1-2 മാസം പരമാവധി നടക്കും. അതിനുള്ളിൽ നടക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ NSSഉം SNDPയും കേരളത്തിലെ ഹിന്ദു വിഭാഗത്തിലെ ഏറ്റവും പ്രബലമായ 2 സമുദായങ്ങൾ, ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള 2 സമുദായങ്ങൾ, ആ 2 സമുദായങ്ങളെയും പ്രതിനിധീകരിക്കുന്ന SNDPയുടെയും NSSന്റെയും ഐക്യമെന്ന് പറയുന്നതും ഈ രണ്ടുപേരും ജി സുകുമാരൻ നായരായാലും അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനായാലും ഏറെക്കുറെ പരസ്യമായി സമദൂരമൊക്കെ പറയുമ്പോഴും CPMനും അതോടൊപ്പം തന്നെ ഇടതുമുന്നണിക്കും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും അനുകൂലമായ രീതിയിലേക്കുള്ള പരസ്യ നിലപാടുകളാണ് കഴിഞ്ഞ കുറച്ചു കാലമായി എടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ മുന്നണിയെ നയിക്കുന്ന VD സതീശനെതിരെ അതിനിശ്ചിതമായ വിമർശനമാണ്, വ്യക്തിപരമായിട്ടടക്കം കടന്നാക്രമിക്കുന്ന വിമർശനമാണ് വെള്ളാപ്പള്ളിയായാലും ജി സുകുമാരൻ നായരായാലും പരസ്യമായി തന്നെ നടത്തിയത്. അവരുടെ രാഷ്ട്രീയം വളരെ വ്യക്തമായിരുന്നു. അത് പിണറായി വിജയനെ അനുകൂലിക്കുന്നതും VD സതീശനെ പൂർണ്ണമായും തള്ളിക്കളയുന്നതുമായിരുന്നു. അങ്ങനെ കേരളത്തിലെ 2 പ്രബല സമുദായം ഒരുമിച്ച് കേരളത്തിൽ ഇടതുമുന്നണിയെ നയിക്കുന്ന പിണറായി വിജയനെ അനുകൂലിക്കുകയും പ്രതിപക്ഷത്തെ നയിക്കുന്ന VD സതീശനെ പരസ്യമായി അടക്കം ആക്രമിക്കുകയും ചെയ്തൊരു നിലപാട്, ആ രാഷ്ട്രീയം വളരെ വ്യക്തമായിരുന്നു. ആ രാഷ്ട്രീയത്തിന് കൂടിയുള്ള ഒരു തിരിച്ചടിയാണ് എന്നതുകൂടി കാണണം. ഇതിനോടൊപ്പം മറ്റൊരു വിഷയം കൂടി തീർച്ചയായും അവിടെയാണല്ലോ കിരൺ ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിന്റെ രാഷ്ട്രീയം തന്നെ പ്രധാനപ്പെട്ട ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഐക്യം എന്നത് 2 മതവിഭാഗങ്ങളുടെ ഐക്യം എന്നതിനപ്പുറത്ത് ഇത് രാഷ്ട്രീയമായി എങ്ങനെ പ്രതിഫലിക്കും? കാരണം കേരളത്തിന്റെ ജനസംഖ്യ പരിശോധിച്ചാൽ നമുക്കറിയാം അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഈഴവ് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഒരുപക്ഷെ ഇനിയൊരു സെൻസസ് നടത്തിയാലും അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം. അവിടെ ഈഴവ് വിഭാഗം പലപ്പോഴായി ഇടതുപക്ഷത്തെ പിന്തുണച്ചിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം, കോൺഗ്രസിനെ കാലങ്ങളായി പിന്തുണയ്ക്കുന്ന, കോൺഗ്രസിൽ വലിയൊരു വിഭാഗത്തെ NSSൽ കോൺഗ്രസിനെ പിന്തുണച്ചിരുന്നു. പക്ഷേ അവിടെയാണ് സുകുമാരൻ നായർ പ്രത്യേകിച്ച് ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ ഇടതുപക്ഷമാണ് NSSനോട് നീതി പുലർത്തിയത് എന്ന് സുകുമാരൻ നായർ പറഞ്ഞിരുന്ന രാഷ്ട്രീയ സാഹചര്യം. മറ്റൊരു വിഭാഗമാകട്ടെ BJPയെ പിന്തുണയ്ക്കുന്നു NSSൽ എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യം. ഈഴവ് വിഭാഗത്തിൽ നിന്നും അടക്കം വോട്ടുകൾ BJPയിലേക്ക് പോകുന്നു എന്ന വിലയിരുത്തലുണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യം. അവിടെ ഈ ഐക്യം തകരുമ്പോൾ അത് ഏത് തരത്തിലാണ് രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുക? അഭിലാഷ, ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. പക്ഷേ കൗതുകരമായ 2 വസ്തുതകൾ കൂടി ആദ്യം പറയാതെ ഇതിലേക്ക് കടക്കുന്ന കാര്യമില്ലെന്ന് തോന്നുന്നു. ഈ SNDP യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും പറഞ്ഞാൽ ആ വിഭാഗത്തിൽ നിന്ന് എത്രത്തോളം വോട്ട് കിട്ടും, അല്ലെങ്കിൽ അവരുടെ പരസ്യമായ പിന്തുണ കൊണ്ട് ഏതെങ്കിലും ഒരു മുന്നണിക്ക് ഗുണമുണ്ടാകുമോ എന്നുള്ള ഒരു ചരിത്രം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വോട്ടെടുപ്പിൻ്റെ അന്ന് രാവിലെ ആദ്യം നടത്തിയ പൊളിറ്റിക്കൽ പ്രഖ്യാപനം ജി സുകുമാരൻ നായരുടേതായിരുന്നു. അദ്ദേഹം ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്കെതിരായി നിന്ന് സർക്കാരിനെ തൂത്തെറിയാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്, UDFനെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ് എന്ന് ഏറെക്കുറെ പച്ചയ്ക്ക് തന്നെ ജി സുകുമാരൻ നായർ പ്രതികരണം നടത്തിയിരുന്നു. ആ ജി സുകുമാരൻ നായർ പ്രതികരണം ഉണ്ടായെങ്കിലും ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. അവിടെ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇടതുമുന്നണി കഴിഞ്ഞ തവണ അധികാരത്തിലേക്ക് വന്നത്. സുകുമാരൻ നായരുടെ പ്രഖ്യാപനം ഏതെങ്കിലും തരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് UDF അനുകൂലമായി നടത്തിയ പ്രഖ്യാപനത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് UDFന് എതിരായ അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായ ഒരു പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് മുമ്പിലെ തെരഞ്ഞെടുപ്പ് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 2016 തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ ഇടതുമുന്നണിക്കെതിരെ പ്രത്യേകിച്ച് VS അച്യുതാനന്ദനെതിരെ പരസ്യ വിമർശനവുമായി കേരളം മുഴുവൻ പ്രസംഗിച്ചതാണ്. അന്ന് വെള്ളാപ്പള്ളിയെയും അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് VSന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി പ്രചരണം നടത്തിയത്. ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നമുക്കറിയാം. അങ്ങനെ ഈ 2 നേതാക്കളും ഏതെല്ലാം ഘട്ടത്തിലൊക്കെ ഏതൊക്കെ മുന്നണിയെ അനുകൂലിച്ചിട്ടുണ്ടോ ആ മുന്നണിയൊന്നും ജയിക്കുന്ന ഒരു ചരിത്രമല്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നമുക്കുണ്ട്. ഇവരൊക്കെ പരസ്യമായി അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിലൊക്കെ ആ തരത്തിലേക്കല്ല റിസൾട്ട് വന്നിട്ടുള്ളത് എന്ന് മാത്രമല്ല നേരെ മറിച്ചാണ് എന്നതുകൂടിയുണ്ട്. ചില അപൂർവ ഘട്ടങ്ങളിൽ മാത്രമാണ് പൊതുവായി സമുദായത്തിന് അനുകൂലമായോ അല്ലെങ്കിൽ എതിർപ്പോ ഉയരുന്ന ഘട്ടത്തിൽ മാത്രമാണ് ഇവരുടെ നിലപാടുകൾക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ നിർണായകമായ ഒരു സ്ഥാനമുണ്ടായിരുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവരെ കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ ഈ സമുദായ സംഘടനകളെ കോൺഗ്രസ് ആണ് കൂടുതൽ കൈകാര്യം ചെയ്തിരിക്കുകയും ഒപ്പം നിർത്തുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഈ അടുത്ത കാലത്തായി ഇടതുമുന്നണിയും CPMും ആ തരത്തിലേക്ക് ഒരു ബന്ധം ഈ മുന്നണികളുമായിട്ടൊക്കെ സ്ഥാപിക്കുകയും അവരെ അനുകൂലമാക്കി നിർത്താനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലം ഇനി ഉണ്ടാകുമോ എന്നുള്ള ഒരു ഘട്ടത്തിലാണ് ഈ 2 പേരും തമ്മിൽ SNDPയും NSS തമ്മിൽ ഒരു ഐക്യമുണ്ടാകുകയും 2 പേരും ഇടതുമുന്നണിക്ക് അനുകൂലമായ ഏറെക്കുറെ പരസ്യമായ ഒരു നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തത്. അതാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചും മറുഭാഗത്ത് BJPയെ സംബന്ധിച്ചും അത് പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ അവർക്ക് ആവേശം നൽകുന്ന ഒരു ഘടകമാണ്. ഇന്നലെ PS ശ്രീധരൻപിള്ള വന്ന് പെരുന്നേലെത്തി ജി സുകുമാരന്മാരുമായി നടത്തിയ ചർച്ചയൊക്കെ എന്താണ്, അതിലൊക്കെ ചിലപ്പോൾ മറ്റെന്തെങ്കിലും രാഷ്ട്രീയം BJPയുടെ രാഷ്ട്രീയമുണ്ടോ എന്നുള്ളത് ഒരു വിഷയം പരിഗണിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് കോൺഗ്രസിൻ്റെ ചില നേതാക്കളൊക്കെ അത്തരത്തിൽ ചർച്ച നടത്തിയിരുന്നു. അതിലും അത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ വിഷയം ഉൾപ്പെട്ടിരുന്നോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്.
നടക്കുന്നുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്നലെ പത്മ പുരസ്കാരം വന്നു. പത്മ പുരസ്കാരം വരുമ്പോൾ പത്മഭൂഷൺ പുരസ്കാരം വെള്ളാപ്പള്ളി നടേശന് പ്രഖ്യാപിക്കുന്നു. സ്വാഭാവികമായും വെള്ളാപ്പള്ളി നടേശന് അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് തൊട്ട് പിന്നാലെ ഇന്ന് നടന്ന ഡയറക്ടർ ബോർഡിലാണ് NSSന്റെ ഭാഗത്ത് നിന്ന് ജി സുകുമാരൻ നായർക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു പുരസ്കാരം ഉണ്ടാകുന്നില്ല. മുമ്പ് മന്നത്ത് പത്മനാഭനാണ് അങ്ങനെ ഒരു പുരസ്കാരം, പത്മഭൂഷൺ പുരസ്കാരം വർഷങ്ങൾക്ക് മുമ്പ് ലഭിച്ചത്. ഇപ്പോൾ അത് വെള്ളാപ്പള്ളിക്ക് ലഭിക്കുന്നു. അതിൻ്റെ ഒരു സാഹചര്യം കൂടി, അത് BJP എങ്ങനെയാണ് ഇത്തരം ഒരു ഐക്യത്തെ കാണുന്നത്, അല്ലെങ്കിൽ BJPക്ക് എതിരായി കൂടിയുള്ള ഒരു നീക്കത്തെ കാണുന്നത് എന്നതിൻ്റെ ഒരു പ്രതിഫലമായി കൂടി അതിനെ അടക്കം വ്യാഖ്യാനിക്കേണ്ടി വരും. ഇതെല്ലാം നമുക്ക് ചില സൂചനകളാണ്, ഇവർ ഐക്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഉണ്ടായ ചില സൂചനകളാണ്. എന്തായാലും ഈ രണ്ടുപേരും തമ്മിലുള്ള ഐക്യം അത് പറ്റില്ല എന്ന് ഡയറക്ടർ ബോർഡ് തീരുമാനിക്കുകയും ആ ഡയറക്ടർ ബോർഡിൽ തീരുമാനം വ്യക്തമായി കുറിപ്പ് പുറത്തേക്കിറക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമായി പറയുന്ന ഒരു വാചകമുണ്ട്: NSSനെ അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാനാവില്ല എന്നാണ് പറയുന്നത്. കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഈ ഐക്യം എന്നൊക്കെ പറഞ്ഞ ജി സുകുമാരൻ നായരുടെ വാചകത്തെ NSS SNDPയുടെ ആശയങ്ങളുമായി ഒരിക്കലും യോജിക്കില്ല എന്നത് പരസ്യമായി തന്നെ NSSന്റെ ഡയറക്ടർ ബോർഡ് വ്യക്തമാക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് NSSന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂര നിലപാടുള്ളതിനാലാണ് എന്ന് പറയുന്നു. SNDPക്ക് അങ്ങനെ സമദൂര നിലപാടല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ മാറുന്നത് എന്ന് പറയുമ്പോൾ ഇടതുമുന്നണിക്ക് അനുകൂലമായി അല്ലെങ്കിൽ കേരളത്തിൻ്റെ സർക്കാരിന് അനുകൂലമായി ജി സുകുമാരൻ നായർ എടുത്ത തീരുമാനങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഡയറക്ടർ ബോർഡ്. അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടതില്ല എന്നുള്ളത് കൂടി തള്ളിക്കളയുകയാണ് എന്നുകൂടി പറയേണ്ടി വരും. സ്വാഭാവികമായും ഇത് ഇടതുമുന്നണിയെ സംബന്ധിച്ച് തന്നെയാണ് ഈ ഒരു ഐക്യത്തിൻ്റെ തകർന്നു പോകുന്നതിന് രാഷ്ട്രീയമായി ഒരു തിരിച്ചടി എന്ന് പറയാൻ കഴിയുന്നത്. കോൺഗ്രസിനെ UDFനെ സംബന്ധിച്ചാലും BJPയെ സംബന്ധിച്ചാലും അവർ രണ്ടുപേരും ആഗ്രഹിച്ചിരുന്ന ഒന്ന് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായും രാഷ്ട്രീയമായി കൂടി ഏറെ പ്രധാനപ്പെട്ട ഒരു നീക്കം ആയിരുന്നു എന്നതാണ് NSSും SNDPയും തമ്മിൽ കൈകോർക്കുക എന്നത്. അത് CPMന് അനുകൂലമാകുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം സൃഷ്ടിക്കപ്പെടും എന്ന് പൊതുവെ വിലയിരുത്തിയിരുന്നു. അവിടെയാണ് ഈ ഐക്യത്തിനില്ല എന്ന നിലപാടിലേക്ക് NSS എത്തിപ്പെടുമ്പോൾ അത് BJPക്കും ഒരു പരിധിവരെയെങ്കിലും കോൺഗ്രസിനും ആശ്വാസകരമാകുന്ന ഒരു നീക്കമായി മാറുന്നത്. ഇനി അറിയേണ്ടത് ഈ വിഷയത്തിൽ SNDPയുടെ, പ്രത്യേകിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഉൾപ്പെടെ ഉള്ളവരുടെ പ്രതികരണങ്ങൾ, ഒപ്പം മറ്റ് രാഷ്ട്രീയ കോണുകളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ കൂടിയാണ്.